ഈശോ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സമൂഹം, ഈ പ്രപഞ്ചം മുഴുവനും ശബ്ദപൂരിതമാണ്. വാഹനങ്ങളുടെ ശബ്ദം, മറ്റ് ശബ്ദങ്ങൾ, മൊബൈലിൻ്റെ ശബ്ദം. ഇന്നത്തെ ധ്യാനചിന്ത ശബ്ദങ്ങളിൽ നിന്ന് നിശബ്ദതയിലെ തീരത്തേക്ക് അണയുക എന്നുള്ളതാണ്. പ്രിയ സഹോദരരെ, ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈശ്വര സാന്നിധ്യത്തിൻ്റെ ഇടത്തിലെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും ഇല്ല എന്നായിരിക്കും നമ്മുടെ ഉത്തരം. 1 മണിക്കൂർ സമയം ദേവാലയത്തിൽ പോയി ആരാധന നടത്തുന്ന ക്രൈസ്തവ ജനതയെ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാനിടയില്ല. എന്തിനോ വേണ്ടി പരക്കം പായുന്ന മനുഷ്യർ, ശബ്ദങ്ങൾക്കിടയിൽ, ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ പെട്ടുപോകുന്ന യുവതലമുറ, കുഞ്ഞുങ്ങൾ, ഇന്നത്തെ സമൂഹം. ഒരു നിമിഷം നിശബ്ദമായി ഇരിക്കുവാൻ പോലും നമുക്ക് സാധിക്കാതെ വരുന്നു. ജോലിഭാരങ്ങൾ, ജീവിതക്ലേശങ്ങൾ, ആകുലതകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പരാധീനതകൾ, കടബാധ്യതകൾ. ഇവരുടെ ഇടയിൽ ഈശ്വര സാന്നിധ്യം, ഈശ്വരൻ്റെ ശബ്ദം നാം കേൾക്കാതെ പോകുന്നു. എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നിനക്ക് ഈശ്വരൻ്റെ സാന്നിധ്യത്തെ, ശബ്ദത്തെ തിരിച്ചറിയുവാൻ കഴിയുക. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ അനുകരിക്കുന്നു, അനുകൂലിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളുടെ ശബ്ദം എന്നും കേൾക്കാം, യുദ്ധത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാം, കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കുന്നു, വധിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശബ്ദപൂരിതമായിട്ടുള്ള ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിലേക്ക് ഈശ്വരൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ നീ തിരിച്ചു പോകണം എന്നുള്ളതാണ്. നീ നിന്നിലേക്ക് തിരിച്ചു പോകണം. അതുകൊണ്ടാണ് സോക്രട്ടീസ് അഭിപ്രായപ്പെട്ടത്, നോ തൈസെൽഫ്, നീ നിന്നെ തന്നെ അറിയുക. ഈ തപസ് കാലത്തിലെ ഏറ്റവും വലിയ ചിന്തയും ഇത് തന്നെയാണ്. ഞാൻ എന്നെ തന്നെ അറിയണം എന്നുള്ളതാണ്. എന്നെ തന്നെ അറിയുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് എന്നിലെ ഈശ്വര സാന്നിധ്യത്തെ നിനക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുക. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടങ്ങളിലായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.